എ വി ടൈൽസ് ആൻഡ് സാനിറ്ററിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ എപ്പിസോഡ് കഴിഞ്ഞ എപ്പിസോഡിന്റെ തുടർച്ചയായിട്ടുള്ള ഒരു എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഫ്ലെക്സി സ്ലാബ്സ് വിരിക്കാനുള്ള സമയത്ത് നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അത് വ്യക്തമായിട്ട് മനസ്സിലായി കാണും എന്തോ ചെയ്യേണ്ടതെന്ന്. ആ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് റിജിഡ് ബോഡി വിട്രിഫൈഡ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. അത് വേറൊരു വീഡിയോയിൽ കാണിക്കാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ബിഗ് സൈസ് സ്ലാബ് ഏരിയയിലാണ്. അതായത് 6x4 സൈസ് മാത്രം ചെയ്യുന്ന ഒരു ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നത്. അത്യാവശ്യം നല്ല കളക്ഷൻ 6x4 നമുക്കുണ്ട്. 8x4 ഉണ്ട്. 8x4 ഹെവി ഡിസ്കൗണ്ടിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. നമുക്കിപ്പം മാറ്ററിലേക്ക് വരാം. എൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന എല്ലാം ഫ്ലെക്സി ബോഡി വിട്രിഫൈഡ് ആണ് ഇരിക്കുന്നത്. എല്ലാം ഇപ്പോൾ ഈ ഇരിക്കുന്നത് എല്ലാം കജാരിയ എറ്റേണിറ്റിയുടെ പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ കജാരിയ എറ്റേണിറ്റിക്കകത്ത് ഈ കാണുന്നത് ഈ ഫ്ലെക്സി ബോഡി വിട്രിഫൈഡിൻ്റെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചായിരുന്നു. ഇവിടെ മുട്ടി നിൽക്കുവാണ്, താഴെയും മുട്ടി നിൽക്കുക. പക്ഷേ ഇടയ്ക്ക് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാനിപ്പോൾ ഒരു ചെറിയൊരു കീ ഞാൻ എടുക്കുവാണെങ്കിൽ സ്മൂത്തായിട്ട് ഈ കീ അതിനകത്തോട്ട് കയറി പോകുന്നുണ്ട്. ഈ കീ ഇതിനകത്ത് കയറി പോകുന്നുണ്ട്. പക്ഷേ ഈ കീ ഇവിടെ തട്ടി നിൽക്കുക. സോ വിച്ച് മീൻസ് ഇവിടെ ഒരു ബെൻഡ് ഉണ്ട്. അപ്പോൾ ഈ ബെൻഡ് നാച്ചുറൽ ആണ്. ഈ ബെൻഡ് ഇവിടെ നിൽക്കുന്നതുകൊണ്ടാണ് ഈ ടൈല് ഫ്ലെക്സി ബോഡി വിട്രിഫൈഡ് എന്ന് പറയപ്പെടുന്നത്. ഫ്ലെക്സി ബോഡി വിട്രിഫൈഡ്സ് ആണ് നമുക്ക്. അതുകൊണ്ടാണ് നമുക്ക് ഈ ടൈൽ ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് സെല് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത് കജാരിയുടെ എക്കണോമി സീരീസ് 6x4 ആണ്. ഫുൾ കജാരിയ എറ്റേണിറ്റി ആണ്. ഫുൾ ഫസ്റ്റ് ക്വാളിറ്റി ആണ്. ഒരു കാര്യത്തിൽ ഒരു കുറവില്ല. ബട്ട് ഇങ്ങനെ ഈ ഒരു ഫ്ലെക്സി ബോഡിയുടെ കേസിൽ ഇത് നമുക്ക് ബിലോ 100 rupees നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് അനദർ മാറ്റർ. ബട്ട് ഈ ഇരിക്കുന്ന എല്ലാം ഫ്ലെക്സി ബോഡി സ്ലാബ്സ്. പക്ഷേ ഇങ്ങനെ അല്ലാത്ത കജാരിയ വിട്രിഫൈഡ് ഡിവിഷന്റെ, അതായത് കജാരിയ എറ്റേണിറ്റിയുടെ അല്ല, കജാരിയയുടെ മറ്റൊരു ഡിവിഷനായ എറ്റേണിറ്റി ഡിവിഷനിൽ നമുക്ക് റിജിഡ് ബോഡി വിട്രിഫൈഡ്സ് കിട്ടും. റിജിഡ് ബോഡി വിട്രിഫൈഡ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്ന്, അൺലൈക്ക് ഫ്ലെക്സി ബോഡി 8 mm to 9 mm തിക്നെസ് ആണ്. ഇത് 15 mm തിക്നെസ്, അതായത് 1.5 cm തിക്നെസ് ഉള്ള ടൈലാണ്. അതിന് 9 mm തിക്നെസ് ആണ്. അപ്പം ഈ ടൈൽസ് ഒട്ടും ചലിക്കത്തില്ല. ഇത് ശരിക്കും ഗ്രാനൈറ്റ് പോലെ ഇരിക്കും. ഒരു ചലനവും ഉണ്ടാവില്ല. വിരിച്ചാലും ഗ്രാനൈറ്റ് പോലെ തന്നെ ആ ഒരു 100% ഫ്ലാറ്റ്നെസ്, 180 degree ഫ്ലാറ്റ്നെസ് നമുക്ക് ഇതിനകത്ത് കിട്ടും. അപ്പോൾ ഇതിന്റെ സെന്ററിന് പൊങ്ങി ഇരിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ ബാക്കിൽ പേസ്റ്റ് ചെയ്യേണ്ടയോ അല്ലെങ്കിൽ ഇതിന്റെ പുറയിൽ അദസീവ് ചെയ്യേണ്ട ഒരു അദസീവ് ചെയ്താൽ നല്ലതാണ്. ഇൻ കേസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്ക് ഗ്രാനൈറ്റ് യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ കാണേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ആ സെയിം കീ ഞാൻ ഫ്ലെക്സി ബോഡി വിട്രിഫൈഡിനകത്ത് ഞാൻ ഇൻസർട്ട് ചെയ്ത അതേ കീ എൻ്റെ കയ്യിലുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം സാച്ചുവാരിയോ പേൾ ആണ്. സാച്ചുവാരിയോയുടെ ഏറ്റവും നല്ല ഐട്രേഷൻസിൽ ഒന്നാണ് ഇതിനകത്ത് വരുന്നത്. ഇട്ട കസ്റ്റമേഴ്സ് എല്ലാം വളരെ ഹാപ്പിയാണ്. അൺബിലീവബിൾ പ്രോഡക്റ്റ്. 15 mm thickness, 100% ഫ്ലാറ്റ്നെസ്. ഈ കീ തന്നെയാണ് നമ്മൾ അവിടെ ഉപയോഗിച്ച് നോക്കിയാൽ മതി. ഈ കീ ഇവിടെ ഇതാണ്ട്, ഇതിവിടെ കയറുന്നില്ല. റൈറ്റ്. ഇനി ഈ കീ ഏകദേശം 3 അടി താഴെ സെൻറ്ററിലിട്ടാൽ ഈ കീ ഇവിടെയും കയറുന്നില്ല. യെസ്, ഇവിടെയും ഈ കീ കയറുന്നില്ല. താഴെ ഓഫ് കോഴ്സ് അവിടെയും കയറത്തില്ല. സോ വിച്ച് മീൻസ് ഈ ടൈലിനകത്ത് ആ സെന്റർ ബെൻഡ് ഇല്ല. സോ ഇറ്റ്സ് ഫുള്ളി ഫ്ലാറ്റ് ആണ്. പക്ഷേ ബൈ നോ മീൻസ് ഈ ടൈല് അതിനെക്കാട്ടിലും ക്വാളിറ്റി കൂടുതലാണോ കുറവാണോ ഒന്നുമല്ല. രണ്ടും സെപ്പറേറ്റ് ടെക്നോളജിയാണ്. നമ്മളത് മനസ്സിലാക്കണം. ഒരു ഷോപ്പ് ഓണറിന് ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റണം. അപ്പം ഡിഫറൻസ് അറിഞ്ഞിട്ട് വേണം എടുക്കാൻ. പിന്നെ ഇങ്ങനൊരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ ആ പ്രൊഡക്റ്റിന്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ സെല്ലിംഗ് പ്രൈസ് മോസ്റ്റ്ലി നമുക്കൊരു സീരീസ് ഉണ്ട്. ആ സീരീസ് ബിലോ 100 സെല് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതിന്റെ സെല്ലിംഗ് പ്രൈസ് അറൗണ്ട് 170 rupees വരെ. സോ 70% റേറ്റ് കൂടുതലാണ് റിജിഡ് ബോഡി വിട്രിഫൈഡ്സിന്. സോ അതുകൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ സിറ്റ് ഔട്ട്, ഹോൾ, അതുപോലത്തെ കോമൺ ഏരിയാസിൽ നമുക്ക് ഇത് ഇടാം. പ്രൈവറ്റ് ഏരിയാസിലോട്ട് ഇത് കൊണ്ടുപോകണ്ട. പക്ഷെ അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ മൊത്തം വീട് ഇത് വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. ഇനി റിജിഡ് ബോഡി വിട്രിഫൈഡ്സിനകത്ത് നമുക്കിപ്പം ഡയന അവൈലബിൾ ആ, സാച്ചുവാരിയോ അവൈലബിൾ ആ, ഇത് ലപ്പാട്ടോ ബ്ലാക്ക്, അതായത് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ലപ്പാട്ടോ ബ്ലാക്ക് ഗ്രാനൈറ്റ്. അപ്പോൾ അതിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. പിന്നെ ഇത് അതിന്റെ തന്നെ ലപ്പാട്ടോ ഗ്രേ ആണ്. പിന്നെ നമുക്ക് അടുത്ത ബോർഡ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ലപ്പാട്ടോ വൈറ്റും നമുക്ക് ഇരിപ്പുണ്ട്. ലപ്പാട്ടോ വൈറ്റ് ആക്ച്വലി നേച്ചറിൽ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഇല്ല, പക്ഷെ കജാരിയയിലുണ്ട്. അപ്പം ഈ പ്രൊഡക്ട്സ് ഇത്രയും നമുക്ക് ഡിസ്പ്ലേയിലും സെയിലിലും ഉണ്ട്. എല്ലാം നല്ല പ്രൊഡക്ട്സ് ആണ്, നല്ല ടെക്നോളജിയാണ്. പ്രൈസിന്റെ ഡിഫറൻസ് ഉണ്ട്. റിജിഡ് ബോഡി ആകുമ്പോഴത്തേക്ക് അത്രേ ഉള്ളൂ. ക്വാളിറ്റിയിൽ ഒരു ഇഷ്യൂ ഇല്ല. സോ ഐ ഹോപ്പ് ഈ ഒരു എപ്പിസോഡ് നല്ലൊരു ഇൻഫോർമേറ്റീവ് എപ്പിസോഡായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യണം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ലൈക്കും കമന്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ നൗ.